വാട്സപ്പ് ബോയ്സങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ബീഫ് മേടിക്കാൻ പോകുന്നത്. ബീഫ് മേടിച്ചിട്ട് 100 കിലോ വരെ ബൾക്കാണ് ഇപ്രാവശ്യം. 100 എത്തിയിട്ട് പിന്നെ കട്ടായിരിക്കും. അതിമോഹമാണ് പോലെ അതിമോഹം എന്നൊക്കെ ഡയലോഗ് ആരും ഇറക്കരുത്. ഒരു പ്രാവശ്യം തെറ്റുപറ്റി, ഇതൊരു മിസ്റ്റേക്ക്. ഇപ്രാവശ്യം എല്ലാം അവെയറാണ്. ഞാൻ അവെയർ ആയതുകൊണ്ട് വെൽ പ്രിപ്പയർഡാണ്. ഞാൻ ഇതിനു മുമ്പേയൊക്കെ 98 പോയിട്ടുള്ളതാണ്. ഇപ്രാവശ്യം നമ്മൾ ഉറപ്പായിട്ടും പോയിരിക്കും. എനിക്ക് മൈൻഡില്ലായിരുന്നു വന്നു. എനിക്ക് ആരും കഴിക്കാൻ താല്പര്യമില്ല വന്നതാണ്. കട്ട് ചെയ്തേക്കാം, വണ്ണം കുറഞ്ഞല്ല, ബൾക്ക് ചെയ്തേക്കാം, വണ്ണം കൂട്ടം. ഒരു കുഴപ്പമുണ്ട്, എൻ്റെ ഹെൽമെറ്റ് കാണുന്നില്ല. ഹെൽമെറ്റ് JMB എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു. ഞാൻ ഹെൽമെറ്റ് 2 എടുത്തുകൊണ്ട് പോയാൽ. ഇനി ഞാൻ കടയിൽ പോയിട്ട് അവിടെ നിന്ന് അമ്മയുടെ വണ്ടി എടുത്ത് പിന്നെ ഞാൻ സാധനം മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ തിരിച്ച് അമ്മയുടെ വണ്ടി കൊണ്ട് കൊടുത്ത് പിന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്ന് സൈക്കിളെ ഞാൻ കട വരെ പോയി. എനിക്ക് വയ്യ. എന്താണ് ദൈവമേ, പരീക്ഷിക്കുമാണോ? സ്പെയർ ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. പോവാ. എന്നാ ഇറച്ചി മേടിച്ച് എന്നാ അതെ മേടിച്ചിട്ടുണ്ട്. ഇനി പോലെ ഡെയിലി മേടിക്കുന്ന 1-2 ഇടവിട്ട് ഞാൻ മേടിച്ചോളാം. എങ്ങനെ മേടിച്ചോളാം? എടാ പൊട്ടാ, നീ ഇതിങ്ങനെ 2 ദിവസം ചെയ്യും, എന്നിട്ട് നിനക്ക് പിന്നെ തോന്നിയത് കാണിക്കും. പിന്നെ ആഹാരവും ഇല്ല വെള്ളവും ഇല്ലാതെ കാറ് കൊടുത്തിട്ട് വല്ലടവും പോയി കിടന്നു പകുതിയായിട്ട് തിരിച്ചു വരും. എടാ ഡെയിലി കഴിക്കണം, ഡെയിലി ഉള്ള ആഹാരം. എനിക്കിപ്പോ ഏതായാലും വീഡിയോ എഡിറ്റ് ചെയ്യണം. ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇനി അമ്മ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കുകയാണ്. ഫുഡ് എവിടെ? ഫുഡ് അടുപ്പേ ഇരിക്കുന്നത്. എപ്പത്തേക്ക് കിട്ടും? പെട്ടെന്താ, എനിക്ക് കഴിച്ചു തീർക്കണമെങ്കിൽ സമയമില്ല. പെട്ടെന്ന് കുറെ ഫുഡ് കഴിക്കാറുണ്ട്. പെട്ടെന്ന് എടുത്ത് തന്നെ. വെറുതെ ആവി കയറിയിട്ട് മാത്രമേ ഉള്ളൂ. വെറുതെ ആവി കയറിയിട്ട് എൻ്റെ കയ്യിലോട്ട് തന്നു. ഇത് കുറച്ച് ഇത് വഴറ്റി കൂടി തരാനല്ല. എടാ ചേറി കയറി ഇരിക്കണം കേട്ടോ, എന്നെ ഇരുത്തിക്കരുത്. മേമയ്ക്കൊന്നും വേണ്ട. ഞാൻ കറക്റ്റ് കടയിൽ പോയാൽ മേടിച്ചാൽ അല്ലെ പിന്നെ ടേസ്റ്റ് കാണത്തില്ല. ഇനി ഫുഡ് കഴിച്ചിട്ട് ബൾക്ക് ചെയ്യേണ്ട സമയം ഒറ്റ മൈൻഡ് കഴിക്കണമെന്ന് മാത്രമല്ല എനിക്ക്. എന്നുവെച്ചാൽ എനിക്ക് ഈ ഇടക്ക് ആഹാരം കഴിക്കാൻ വലിയ മൂടില്ല. വണ്ണം കുറഞ്ഞു വന്ന് കുറേ നാൾ വലുതായിട്ട് കഴിക്കാൻ വന്നപ്പം ആ ഒരു ആപ്പറ്റായിട്ടേ പോയി. തിരിച്ചുണ്ടാക്കി എടുക്കട്ടെ. അങ്ങനെ എനിക്ക് വേണമെന്ന് വെച്ചാൽ കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ആയിപ്പോയി. അച്ഛൻ വന്നല്ല, സ്ലോ മോഷന് ഗേറ്റൊക്കെ അടച്ചിട്ട് വരും അച്ഛൻ. ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നു ഫുഡിന് വേണ്ടി. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല നിങ്ങളുടെയൊക്കെ, അവരെ കിറുക്കിയില്ല. എൻ്റെ ഒരു പൂച്ച കൊണ്ട് ഉണ്ടായിരുന്നല്ല, അത് മരിച്ചുപോയി. കൊള്ളാം. ആ കണ്ടന് കടി കിട്ടി ആ ദിവസം തന്നെ ഇവൾക്കും കടി കിട്ടിയെന്ന് തോന്നുന്നു. അതാണ് ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാ എന്തോ കടി കൊണ്ടിട്ടുണ്ടെന്നെങ്ങാണ്ട് പറഞ്ഞ്. അപ്പം എനിക്ക് മനസ്സിലായി കണ്ടൻ വെറും ഒരു പേടിത്തൂറിനായിരുന്നു അവൻ. ഇനി ആ കിറുക്കിയിട്ട് കടി കിട്ടുന്ന കണ്ടുകൊണ്ടാണ് ആ കണ്ടനെടുത്ത് ചാടി രക്ഷപ്പെടുത്തി എന്നൊക്കെ JMB ആണെന്ന് പറയുന്നത്. അത്രയ്ക്കുള്ള കേൾപ്പണമെന്ന് എനിക്കറിയത്തില്ല കണ്ടന്. എന്തായാലും ഇപ്പം കണ്ടനും പോയി, കിറുക്കിയും പോയി. ഇപ്പം 2 പൂച്ച. എന്തായാലും ഞാൻ 2 ദിവസം മുമ്പ് മറ്റേ കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അറിഞ്ഞത് മരിച്ചു പോയെന്ന്. ഇപ്പം എനിക്ക് ഒരു പ്രൊമോഷൻ്റെ വർക്കുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നെന്തായാലും ഞാൻ വരുന്നില്ല, മറ്റന്നാളത്തേക്ക് ആ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതിൻ്റെ ആ ഡ്രൈവ് ത്രൂവിൻ്റെ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം. അതല്ലാതെ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് തീർക്കാം. അതാണിപ്പോൾ പ്ലാൻ. ഞാൻ ബൾക്ക് സീരിയസ് ആയിട്ട് എടുത്ത് പോകുന്നത്. ഇതിപ്പോൾ 2ാമത്തെ ക്ലാസ്സാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ല കുടിക്കാൻ. ഓൾറെഡി രാവിലെ കഴിച്ചതിന് എനിക്ക് ഫുള്ളായിട്ട് തോന്നിയായിരുന്നു. അങ്ങനെ ഉറങ്ങട്ടെ. ഞാൻ ജിമ്മിൽ പോവാ. എന്താ അമ്മയ്ക്ക് മുട്ട വേണം? അയ്യോ, നീ എന്നെ മുട്ട കഴിപ്പിച്ച് ഒരു ദിവസം കൊണ്ട് എനിക്കിപ്പോ 100 കിലോ ആക്കി തരും അമ്മ. അതല്ലേ? ഞാൻ മാത്രമേ ചെയ്യൂ, നിനക്ക് കഴിക്കണമെന്ന് ഒരു ദിവസം കൊണ്ട് ഇപ്പൊ 100 കിലോ ആക്കി എപ്പോഴെങ്കിലും വേയിച്ചു വെക്കലെന്ന് പറഞ്ഞു. ജിമ്മിന് പോക്കും മുടക്കി നടക്കേല. ഞാൻ പോട്ടെ, ഞാൻ പോവാ. അമ്പലത്തിൽ പോകണ്ട. അമ്പലത്തിൽ പോയത് പറഞ്ഞാൽ എനിക്ക് വണ്ണം വെക്കുക ഇല്ലല്ല. വേണ്ട, ഗുരുവായൂർ ഒറ്റയ്ക്ക് പോയാൽ മതി. എന്നെ കൊണ്ട് ഗുരുവായൂർ പോയിപ്പിക്കാൻ നോക്കുക. നടക്കില്ല. സ്വന്തമായിട്ട് പോയാൽ മതി. ഗുരുവായൂർ സ്വന്തമായിട്ട് പോയാൽ മതി. പ്ലീസ് ഇക്കണ്ട, ഞാൻ പോകുന്നില്ല. വണ്ടി ഓടിക്കാൻ അറിയാമെന്നും പറഞ്ഞ് വല്ല ഡ്രൈവർ വെച്ച് കൊണ്ടുപോകും. ഗൈസ്, ഡേ 1 ഓഫ് ബൾക്കിംഗ് സീരീസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബൾക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേ, പക്ഷേ അതിപ്പം നേരത്തെ കാട്ടിയും കൂടുതൽ മെലിഞ്ഞിട്ടാണ് ഞാൻ എൻഡ് ചെയ്തത്. അത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പ്രോപ്പറായിട്ട് ബൾക്ക് ചെയ്തിരിക്കും. എൻ്റെ കറന്റ് വെയിറ്റ് 87.8 കിലോ. ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് 90 കിലോയുടെ ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ആണ്. നേരത്തെ കാട്ടിയും കുറേ ഏറെ സ്ട്രെങ്ത് പോയിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ലൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള 2 സെറ്റ് ഞാൻ ചെയ്തത് 110 കിലോ ആണ്. 110 കുറച്ച് ടാസ്ക് ആയിരുന്നു. എനിക്ക് സൈഡിൽ നിന്ന് പവർ ലിഫ്റ്ററിനെ വിളിക്കേണ്ടി വന്നു എനിക്ക് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്യാൻ. എന്നാലും സ്പോട്ട് വലുതായിട്ട് കിട്ടാൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. അടുത്ത എക്സസൈസ്
ഫ്ലൈസ് ആയിരുന്നു. ഫ്ലൈസിന് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. വെയിറ്റ് കുറച്ചത് ഡംബിളിന് മാത്രമല്ല എൻ്റെ വെയിറ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. മെലിഞ്ഞിരിക്കുമെന്ന് നോക്കുക. അടുത്ത് ഞാൻ കളിച്ചത് ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ആണ്. ഞാൻ കുറച്ച് നാളായിട്ട് ജിമ്മിൽ വന്നിട്ടില്ല. ഇപ്പം മെയിൻ റീസൺ എന്ന് പറയുന്ന കാലും ഇടക്ക് വെച്ച് ഒടിച്ചായിരുന്നു. പിന്നെ ഞാൻ ഗോവയിലും അവിടെയൊക്കെ ആയിട്ട് കുറച്ച് കറങ്ങാൻ പോയി. കറങ്ങിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള വണ്ണവും പോയി. അതാണ് സത്യാവസ്ഥ. ട്രൈസെപ്സിന് ഞാൻ 3 വേരിയേഷൻ ചെയ്ത് എല്ലാം ഞാൻ ഒരു സെറ്റ് ചെയ്തുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് പ്രീച്ചർ കേൾസ് ആണ്. പ്രീച്ചർ എന്നല്ലേ പറയുന്നതിന്, എന്തെങ്കിലും ആട്ടെ. ഇത് മാത്രം എൻ്റെ പ്രോപ്പർ ബൈസെപ്പ് ഡെവലപ്മെന്റ് വരും. ബാക്കിയുള്ള ഒരു എക്സസൈസ് ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്ന വലിയ വ്യത്യാസം കണ്ടിട്ടൊന്നുമില്ല ബൈസെപ്സിൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ വെയിറ്റ് നിങ്ങൾ കണ്ടല്ലോ, 87.7 കിലോയാ. 13 കിലോ കൊണ്ട് കൂട്ടിയാൽ മതി. പക്ഷേ അതൊക്കെ കൂടി കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വേണം. അമ്മ ഇന്ന് തന്നെ 100 കിലോ ആക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അതായത് മുട്ട, അതായത് ബീഫ്, അത് സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ അത് അപ്പം. എനിക്ക് വയ്യ. എൻ്റെ ഫുഡിനകത്ത് എടുത്തോണ്ടിരിക്കുവാണ്. പതുക്കെ എടുക്കടാ, താഴെ വീഴ്ത്താടാ. ഫുള്ളും എടുത്തോണ്ട് പോകും അത്ര എടുക്കുന്നുണ്ടെങ്കിൽ. വേറെ കറി വന്നു. ഇതെന്ത് ബീഫല്ലേ? 2 പീസ് ബീഫ്. ജിമ്മൊക്കെ പോയിട്ടൊന്നും ജിമ്മിൽ പോവാത്തവന്മാരെ ഡയലോഗ് ഇറക്കണ്ട. നമ്മൾ ജിമ്മിൽ പോയിട്ട് ഫിറ്റ് ബോഡിയാണ്. അത് കാണാനുണ്ട്. ബൈ. എന്നെ കൊണ്ട് ഇതിക്കുള്ളിൽ ഇരുന്ന് തിന്നാൻ പറ്റില്ല. കുറേ നാളായി ഫുഡ് കഴിച്ചിട്ടെന്ന് തോന്നുന്നു. എന്നെ കൊണ്ട് ഇറങ്ങുന്ന പോലും ഇല്ല. ചവച്ച് ബീഫാണ് വായി നിന്ന് ഇറങ്ങുന്ന പോലും ഇല്ല. ഇന്നത്തേക്ക് ഇത്ര മതി.